കാസർഗോഡ് പടന്നയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജനത്തിൽ UDF-ൽ തർക്കം. മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായ വാർഡുകൾ കോൺഗ്രസിന് നൽകുന്നതിനെതിരെ യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. യൂത്ത് ലീഗ് പ്രവർത്തകർ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് ഉപരോധിച്ചു. പടന്ന ഗ്രാമപഞ്ചായത്തിൽ UDF-ലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട തർക്കമാണ് വലിയ പ്രതിഷേധത്തിലേക്ക് എത്തിയത്. മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള 13-ാം വാർഡ് കോൺഗ്രസിന് നൽകാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി എത്തിയ യൂത്ത് ലീഗ് പ്രവർത്തകർ ചൊവ്വാഴ്ച രാത്രി പടന്ന മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് ഉപരോധിച്ചു. മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള വാർഡിൽ പ്രധാനപ്പെട്ട മുസ്ലിം ലീഗ് നേതാക്കളെ തഴഞ്ഞാണ് കോൺഗ്രസിന് സീറ്റ് നൽകിയതെന്നാണ് ആരോപണം. രാത്രി 2 മണിവരെ യൂത്ത് ലീഗ് പ്രവർത്തകരുടെ പ്രതിഷേധം നീണ്ടു. സമൂഹമാധ്യമങ്ങളിലൂടെയും പ്രവർത്തകർ ശക്തമായ പ്രതിഷേധമുയർത്തുന്നുണ്ട്. മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ വികാരം മാനിക്കാതെ ചരിത്രമറിയാത്ത ചില പ്രമാണി നേതാക്കൾ കോൺഗ്രസിന് സീറ്റ് അടിയറവ് വെച്ചുവെന്നും വിഷം പുരണ്ട നാവും അധോലോകത്തിന്റെ കയ്യൂക്കുമുള്ള ചില പ്രമാണി നേതാക്കളാണ് പാർട്ടിയെ നിയന്ത്രിക്കുന്നതെന്നും വാട്സപ്പിൽ പ്രചരിക്കുന്ന കുറിപ്പിൽ പറയുന്നു. രാഷ്ട്രീയത്തിന്റെ ബാലപാഠങ്ങൾ അറിയാത്തവരെ സ്ഥാനാർത്ഥികളായി മത്സരിപ്പിക്കുന്ന ഗൂഢസംഘത്തെ ശക്തമായി എതിർക്കുമെന്നും മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ കുറിപ്പിലുണ്ട്. പഞ്ചായത്തിലെ 2-3 വാർഡുകളും കോൺഗ്രസിന് നൽകാനുള്ള തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധമുയരുന്നുണ്ട്. തർക്കം രൂക്ഷമായതോടെ പടന്ന പഞ്ചായത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാവാതെ പ്രതിസന്ധിയിലാണ് UDF. അതേസമയം 2 ആഴ്ച മുമ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച LDF പ്രചാരണ രംഗത്ത് സജീവമാണ്. കൈരളി ന്യൂസ്, കാസർഗോഡ്.